നീ ആരാടാ? സുരേഷ് ഗോപി കളിക്കുന്നു. ഇങ്ങനെ ഒരു ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലുണ്ടായി. അതായത് കണ്ണൂരിലെ മണൽ കടത്തുന്നതിനിടെ പിടിയിലായ ലീഗ് പ്രവർത്തകരെ മോചിപ്പിക്കാനായിട്ട് വളപട്ടണം പോലീസ് സ്റ്റേഷനിലെത്തിയ നമ്മുടെ സുധാകരൻ, അന്നും എം പി, ഇപ്പോഴും എം പി ആയി, SIയോടെ രോഷത്തോടെ ചോദിച്ചതാണിത്. പോലീസ് വേഷങ്ങളിലൂടെ സിനിമയിൽ തിളങ്ങിയ സുരേഷ് ഗോപി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ ലോക്സഭാ അംഗവുമായി. ഇതേ സഭയിലേക്ക് സുധാകരനും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അക്കാലത്ത് കേവലം സിനിമാ താരം മാത്രമായി അറിയപ്പെട്ടിരുന്ന സുരേഷ് ഗോപിയെ മോദി പ്രത്യേകം താല്പര്യമെടുത്താണ് BJP രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത്. സംസ്ഥാന BJP നേതൃത്വത്തിൻ്റെ വരുതിയിൽ നിൽക്കാതെ കുതറിമാറി സ്വന്തമായി ഇടം കണ്ടെത്തിയ സുരേഷ് ഗോപിയെ മോദി രാജ്യസഭാ അംഗവുമാക്കി. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്കായി തൃശ്ശൂരിൽ മത്സരത്തിനിറങ്ങിയെങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ അപ്പോഴൊക്കെയും സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വം ചേർത്ത് പിടിച്ചു. ഒടുവിൽ ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ മിന്നും വിജയം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിരിഞ്ഞ ആദ്യ താമര. തൃശ്ശൂർ ഞാനിങ്ങെടുക്കുവാന്ന് പറഞ്ഞായിരുന്നല്ലോ പ്രചാരണമെങ്കിലും യാഥാർത്ഥ്യമായത് ഇപ്പോഴാണ്. പിന്നിട്ട വഴിത്താരയിലെ കല്ലും മുള്ളും കൂരമ്പുകളും ഓർത്തെടുത്തായിരുന്നു വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ പ്രതികരണം തന്നെ. സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം കണ്ടെത്തിയ സുരേഷ് ഗോപിക്കെതിരെ എതിർപക്ഷം നേരിട്ടും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും നടത്തിയത് ശക്തമായ ആക്രമണമായിരുന്നെങ്കിലും സ്വതസിദ്ധവും വേറിട്ടതുമായ ശൈലിയിലൂടെ അദ്ദേഹം അതെല്ലാം പ്രതിരോധിച്ചു. നാടിൻ്റെ മുക്കിലും മൂലയിലും എത്തി ജനങ്ങളിലേക്ക് ഇറങ്ങി സംവദിച്ചു. വന്നു കാണുന്നവരുടെ സങ്കടങ്ങളും വിഷമതകളും പറഞ്ഞു തീരുവോളം കേട്ടിരുന്നു. സമ്പാദ്യത്തിൻ്റെ വലിയ പങ്കിൽ നിന്ന് വാരിക്കോരി നൽകി സഹായമേകി. ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ സുരേഷ് ഗോപിയുടെ പ്രകടനവും നിശ്ചയദാർഢ്യത്തോടെയുള്ള തുടർ പ്രവർത്തനവും വിലയിരുത്തി തന്നെയാണ് മോദി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് തൃശ്ശൂരിലെ അനിഷേധ്യ നേതാവാക്കി ഉയർത്തിയതും. തെരഞ്ഞെടുപ്പ് കാലത്ത് 4 തവണയാണ് മോദി സുരേഷ് ഗോപിക്ക് അടുത്തെത്തിയത്. മകളുടെ വിവാഹ ചടങ്ങിനെത്തി കാരണവരുടെ റോളിലും മോദി ചേർത്ത് നിർത്തി. മോദിയുമായിട്ടുള്ള അടുപ്പം പ്രകടമായതോടെ അത് വിജയത്തിലേക്ക് എത്തി. സുരേഷ് ഗോപിയുടെ മിന്നും വിജയത്തിന് സഹായകരമായി മോദി അധികാരത്തിലെത്തും വരെ കോൺഗ്രസ് അനുഭാവിയായിരുന്നു സുരേഷ് ഗോപി. കെ കരുണാകരനുമായി അടുത്ത ബന്ധം പുലർത്തി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായി കരുണാകരൻ്റെ മകൾ പത്മജ എത്തിയതോടെ പ്രചാരണ രംഗത്ത് ഒഴിഞ്ഞുമാറിയെന്ന പ്രതീതി ഉളവാക്കി. ഇത്തവണയാകട്ടെ പത്മജ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന് സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗവുമായി. ഇതോടെ പത്മജയുടെ സഹോദരൻ K മുരളീധരൻ്റെ സിറ്റിംഗ് സീറ്റായ വടകര വിട്ട് തൃശ്ശൂരിലേക്ക് മാറേണ്ടിയും വന്നു. സീറ്റ് നഷ്ടമായ തൃശ്ശൂരിലെ സിറ്റിംഗ് MP TN പ്രതാപനും DCC നേതൃത്വം അടക്കം പാലം വലിച്ചതോടെ കോൺഗ്രസ് വോട്ടുകൾ കൂട്ടത്തോടെ BJPയിലേക്ക് ഒഴുകി. ലൂർദ് മാതാവിന് സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിൻ്റെ അളവ് മാറ്റുരച്ച് വിവാദമാക്കാൻ എതിർപക്ഷം ശ്രമിച്ചെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ അളവിൽ തന്നെ BJPയിലേക്ക് എത്തിയെന്ന് വ്യക്തം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപനേക്കാൾ 1 ലക്ഷത്തിലേറെ വോട്ടുകളുടെ കുറവുണ്ടായിരുന്ന സുരേഷ് ഗോപി ഇത്തവണ അതും മറികടന്ന് 74,686 വോട്ടുകൾക്കാണ് ചരിത്രം വിജയം വരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4,15,089 വോട്ട് നേടിയാണ് UDFിലെ പ്രതാപൻ വിജയിച്ചത്. ഇത്തവണ പകരക്കാരനെത്തിയ മുരളീധരന് 3,28,124 വോട്ടുകൾ മാത്രം. UDFിന് നഷ്ടമായത് 86,965 വോട്ടുകൾ. സുരേഷ് ഗോപി 9.61% വളർച്ച നേടിയപ്പോഴാകട്ടെ UDF 9.75% കുറവാണ് രേഖപ്പെടുത്തിയത്. ഇത് കോൺഗ്രസിലെ പടലപ്പിണക്കം രൂക്ഷമാക്കുമെന്ന് ഉറപ്പാണ്.